ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന പിങ്ക് പാലട പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ശരിക്കുള്ള പിങ്ക് പാലട പായസം നമ്മൾ ഉരുളിയിലൊക്കെ ഇട്ട് നന്നായിട്ട് കുറുകി വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. കുറച്ചധികം സമയം എടുത്ത് വേണം നമുക്കത് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ നല്ല തിരക്കിലായിരിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എളുപ്പത്തിലൊരു തട്ടിക്കൂട്ട് പായസമാണിത്. ശരിക്കും നമ്മൾ ട്രഡീഷണൽ രീതിയിൽ പാലട പായസം തയ്യാറാക്കുമ്പോൾ നല്ല വറ്റിച്ചിട്ട് കുറുകിയിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് പിങ്ക് പാലടയ്ക്ക് അതിൻ്റെ തനതായ രുചിയുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന പായസം നല്ല പിങ്ക് കളറിലാണുള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. 20 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആദ്യം അട വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് വെക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് റൈസ് പാലടയാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടുള്ള പാലടയാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഈ പാലട ചേർക്കാനായിട്ട്. ഇപ്പോൾ സാധാരണ അടയല്ല നമ്മൾ ചേർക്കുന്നത്, ഇത് റൈസ് പാലട എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ചേർക്കാൻ പോകുന്നത്. ഒരു 100 ഗ്രാമാണ് ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം വേണം നമ്മുടെ ഈ പാലട ചേർക്കാനായിട്ട്. ഈ വെള്ള പാലടയ്ക്ക് പകരം നമുക്ക് ഈ ചമ്പാവരിയുടെ പാലട കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കളർ ഉണ്ടാവും. ഇനി തിളച്ച വെള്ളത്തിലേക്ക് പാലട ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇതൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ തിളപ്പിക്കേണ്ട കാര്യമില്ല. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ പാലട വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒട്ടും തന്നെ കൊഴിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ വെള്ളം തിളച്ച ഉടനെ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് പാലട ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്ത് അരിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലുള്ള ആ ഒരു സ്റ്റിക്കിനെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ടാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പാലട ഒട്ടും തന്നെ കുഴയാതെ ഓരോന്നായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് ഊറ്റിയതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാലട തയ്യാറാക്കാനായിട്ട് പാല് തിളപ്പിക്കണം. അപ്പോൾ ഒരു കുക്കറിലേക്ക് 1 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പാലിന് വേണ്ടിയിട്ട് നമ്മൾ 100 ഗ്രാം റൈസ് അടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. 250 ml ഒരു കപ്പാണിത്. ഇനി പാൽ ഒഴിച്ചതിന് ശേഷം പാല് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന അടയും കൂടി ചേർത്ത് കൊടുക്കാം. പാലട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കാര്യമാണ് നമ്മുടെ പിങ്ക് പാലട എളുപ്പത്തിൽ തയ്യാറാക്കാൻ സഹായിക്കുന്നത്. ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 12 ആൽപെൻലീബെയുടെ മിഠായിയാണ്. അപ്പോൾ ആൽപെൻലീബെയുടെ റിച്ച് മിൽക്കി കാരമൽ ടോഫി തന്നെ എടുക്കുക. വേറെ ഫ്ലേവേഴ്സ് എടുത്താൽ ശരിയാവില്ല. ആൽപെൻലീബെ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും റിച്ച് മിൽക്കി കാരമൽ ടോഫി എടുത്താലും മതിയാവും. ശരിക്കും നമ്മൾ പാലട തയ്യാറാക്കുമ്പോൾ ഒത്തിരി സമയം എടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയും പാലും ഒക്കെ നന്നായിട്ട് കുറുകി കാരമലായിട്ട് വന്ന് അതിൻ്റെ ഒരു ടെക്സ്ചറാണ് ഈ പിങ്ക് കളർ കൊടുക്കുന്നത്. ആൽപെൻലിബെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അലിയിച്ചെടുക്കുക. മിഠായിയൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 20 മിനിറ്റ് നേരത്തേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. നമ്മുടെ ഗ്യാസ് ബർണറിലുള്ള ഏറ്റവും ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട്. മീഡിയം ഫ്ലെയിം പോലും ഇതിന് പറ്റത്തില്ല, വളരെ ലോ ഫ്ലെയിം ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വിസിലിൻ്റെ ഇടയിൽ കൂടെ പാലൊക്കെ തിളച്ച് തൂകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനിങ്ങനെ 20 മിനിറ്റ് നേരത്തേക്കാണ് കുക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് നേരം വരേക്കും ഇങ്ങനെ വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം വേണം നമുക്ക് ഈ കുക്കർ തുറക്കാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വേണം തുറക്കാനായിട്ട്.
ഇപ്പോൾ നമ്മുടെ പാലടയൊക്കെ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. പക്ഷേ നമുക്കിനി കുറച്ചും കൂടി ഒന്ന് കുറുകാനുണ്ട്. അപ്പം ഞാനൊരു 20 മിനിറ്റ് നേരത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങളിനി വെക്കുമ്പോൾ 30 മിനിറ്റ് നേരത്തേക്ക് വെക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകിയിട്ടുണ്ടാവും. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം കൂടി തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയത്ത് മധുരം നോക്കിയിട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പാല് തിളപ്പിക്കുന്ന സമയത്ത് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. 10-12 മിഠായിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ പായസത്തിന് നല്ല അധികം മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ. കുറച്ചധികം മധുരം വേണം എന്നുള്ളവർക്ക് 3/4 കപ്പ് പഞ്ചസാര തന്നെ മതിയാവും. അപ്പോൾ അതിലും കൂടുതലായി കഴിഞ്ഞാൽ ഈ മിഠായിയുടെ മധുരവും പഞ്ചസാരയുടെ മധുരവും കൂടി ഒത്തിരി അങ്ങ് മധുരമായി പോവും. അപ്പോൾ നിങ്ങളുടെ മധുരത്തിൻ്റെ പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഈ പാലട ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടായിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതിന് നമ്മുടെ പിങ്ക് പാലടയുടെ ഒരു കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ ഈ ലൈറ്റ് ഉള്ളത് കാരണം ഇത് നന്നായിട്ട് കാണുന്നില്ല. പക്ഷേ ശരിക്കും ഒരു പീച്ച് കളർ ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങനെ പായസം തയ്യാറാക്കുമ്പോൾ ശരിക്കുള്ള പാലടയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടാവണം എന്നില്ല. ഇത് നമ്മൾ മിഠായിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്തി നിൽക്കുന്നത്. എങ്കിൽ തന്നെയും നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ കുറുകി ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ശരിക്കും പാലടയുടെ പാകം എന്ന് പറയുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പിങ്ക് പാലട പായസം ഒരു 30-35 മിനിറ്റിനകത്ത് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതായത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരിക്കുള്ള പാലടയേക്കാളും വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുന്നത്. പക്ഷെ എന്നാലും ഒരു വെറൈറ്റി ഫ്ലേവർ ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. ഒത്തിരി പായസം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ പാലടയ്ക്ക് വേണ്ടി അധികം സമയം കളയാതെ നമുക്കിങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് പാലട ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.